ശ്രീ സനൽകുമാർ, KCB ഏറ്റെടുക്കണ്ടേ ഈ മരണത്തിന്റെ ഉത്തരവാദിത്തം? ഇന്ന് നടന്ന സംഭവം വളരെ നിർഭാഗ്യകരമാണ്. KCB എന്ന് പറയുന്നത് കേരളത്തിലെ വൈദ്യുതി മേഖല മൊത്തം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യവസായമാണ്. ഈ വ്യവസായത്തിൽ 3 ലക്ഷത്തോളം LT ലൈനും ഏകദേശം 70,000 കിലോമീറ്റർ HT ലൈനും ഉണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനം അറിയാമല്ലോ, വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആണ്. അതോടൊപ്പം വെജിറ്റേഷനും ബിൽഡിങ്ങും കൊണ്ട് നിറഞ്ഞ ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിലൂടെ വൈദ്യുതി വിതരണം നേക്കഡ് കണ്ടക്ടറിലൂടെ വളരെ അതിസങ്കീർണമാണ്. മിഥുൻ മോൻ്റെ മരണം വളരെ വിഷമം തരുന്നതാണ്. നമ്മുടെ വ്യവസായത്തിൽ നിരന്തരം ഏത് സേഫ്റ്റി പാലിച്ചാലും ചെറിയ ചെറിയ പാളിച്ചകൾ കൊണ്ട് നമ്മുടെ തൊഴിലാളികളും അതോടൊപ്പം പൊതുജനങ്ങളുടെയും ജീവൻ അപകടത്തിലാകുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നത് നമുക്ക് നേക്കഡ് കണ്ടക്ടർ ഒഴിവാക്കി നമുക്ക് ABC കണ്ടക്ടർ വലിച്ചാൽ ഇതിനൊരു നല്ലൊരു പരിഹാരം ഉണ്ടാകും. ശ്രീ സനൽകുമാർ, ഞാൻ ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കണം. താങ്കൾക്ക് ഓർമ്മയുണ്ടോ പുതുപ്പാടിയിൽ വാഴകൃഷി നശിപ്പിച്ച് ഒരു സംഭവം? യുവ കർഷകനായ അനീഷിൻ്റെ തോട്ടത്തിലെ വാഴകൾ ഒന്നാകെ വെട്ടിക്കളഞ്ഞത് KCB. അന്ന് പറഞ്ഞ ന്യായം ഓർമ്മയുണ്ടല്ലോ, ഹൈ ടെൻഷൻ ലൈൻ കടന്നു പോകുന്നത് കൊണ്ട് അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതെന്ന്. നമ്മുടെ HT ലൈൻ കടന്നു പോകുന്ന ഭാഗത്ത് നിശ്ചിത പരിധി കഴിഞ്ഞ് ഉയരത്തിലുള്ള വെജിറ്റേഷൻ നമ്മൾ കട്ട് ചെയ്യുക നിർബന്ധമാണ്. ഒരു ക്ലിയറൻസ്, കാരണം ഹൈ ടെൻഷൻ ഓരോ ടെൻഷൻ, അതായത് LT കഴിയുന്തോറും HT ആവുന്തോറും അതിൻ്റെ അപകട സാധ്യത വളരെ വളരെ കൂടുകയാണ്. അപ്പോൾ കേരളത്തിലെ അപകടങ്ങൾ മുഴുവൻ നടക്കുന്നത് ഈ വൃക്ഷത്തിലൂടെയും ഏകദേശം അങ്ങനെ ആ ഒരു രീതിയിലൊക്കെയാണ്. വൃക്ഷം ഒടിഞ്ഞു വീണും ആ രീതിയിലാണ്. കാരണം അത്രത്തോളം വൃക്ഷലതാദികൾ കൊണ്ടും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളുടെ ഒരു ക്ലിയറൻസ് കുറവുകൊണ്ടും ഒക്കെ തന്നെയാണ് അപകടം. ശരി സനൽകുമാർ, 2022 മെഷേഴ്സ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക്കൽ സപ്ലൈ റെഗുലേഷൻ 62 പ്രകാരം ലൈനിനടിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രം. ഇവിടെ ഒരു ഷെഡ് നിർമ്മിച്ചിട്ടുണ്ട്, അനുമതി വാങ്ങിയിരുന്നോ എന്നെനിക്കറിയില്ല. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ കൺസ്ട്രക്ഷൻ അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈനുകൾ പോകാൻ പാടില്ല. KCBക്ക് അറിയേണ്ട നിയമമാണല്ലോ അത്. നിങ്ങളത് നടപ്പാക്കിയോ? ആ സെക്ഷനിലെ AUമായി ബന്ധപ്പെട്ടിരുന്നു. ആ സെക്ഷനിലെ AUമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം സ്കൂളിൽ അധികൃതമായി ബന്ധപ്പെട്ട് ഇത് മാറ്റാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നതാണ്. നിർഭാഗ്യവശാൽ അത് നേക്കഡ് കണ്ടക്ടർ മാറ്റി ABC ഏരിയൽ ബെഞ്ച്ഡ് കണ്ടക്ടറാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനൊരു സംഭവം മിഥുൻ മോനുണ്ടായി. എന്തായാലും ഇത് ആരാണ് കുറ്റക്കാരെന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ നടത്താൻ പറ്റൂ. പ്രത്യക്ഷത്തിൽ ആരാണ് കുറ്റക്കാരെന്ന് നമുക്ക് KCBക്കോ സ്കൂൾ പ്രത്യക്ഷത്തിൽ KCBയുടെ ഭാഗത്തുനിന്ന് പിഴവുണ്ടെന്ന് കണ്ടെത്താൻ ഇനി നമുക്ക് ഒരു റിപ്പോർട്ടിൻ്റെയും അന്വേഷണത്തിൻ്റെയും ആവശ്യമുണ്ടോ? അത് തിരുത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ആ ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ നിജസ്ഥിതി ശ്രീ സനൽകുമാർ, 40 വർഷമായി ആ ലൈൻ അവിടെയുണ്ട്. 30 വർഷത്തിലേറെ ആ ലൈൻ അവിടെ ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയുണ്ട്. പിന്നെ 22 നിയമം, അതിനുശേഷമുള്ള ഇക്കാലം അത്രയും അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു നടപടിയും KCB എടുത്തിട്ടില്ല.
40 വർഷം മുമ്പ് ലൈൻ ഉണ്ടാകാം, അത് ശരിയായിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു സൈക്കിൾ വെക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് പണിതത് സ്റ്റാൻഡേർഡ് പാലിച്ചല്ല എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അന്വേഷണം വരട്ടെ. അന്വേഷണം വന്നാൽ ആരാണ് അതിൻ്റെ എന്തായാലും ഒരു കാര്യം, കേരളത്തിലെ ഈ വൈദ്യുതി മേഖലയിൽ ഈ നേക്കഡ് കണ്ടക്ടർ കൂടെ ഉള്ള വൈദ്യുതി ഡിസ്ട്രിബ്യൂഷൻ വളരെ കാലം കൊണ്ട് വളരെ റിസ്ക് പിടിച്ചതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര സൂക്ഷിച്ചാലും KEB തന്നെ ഞാൻ വരാം കാരണം നിരന്തരമായ അപകടം ഈ കാര്യങ്ങളൊക്കെ ശ്രീ സനൽകുമാർ, നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ശ്രീ സനൽകുമാർ. താങ്കൾ ക്ഷമിക്കണം എന്നോട് ഞാൻ അങ്ങനെ പറയുന്നതിൽ. കാരണം ഇവിടെ ആ കുഞ്ഞിൻ്റെ ചിത ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് സത്യത്തിൽ ഈ കേരളത്തിൻ്റെ പൊതുസ്ഥിതിയും KEBയുടെ ദൈന്യതയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ്